നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് ചൈനയിലെ വുഹാനിൽ കൊറോണ വൈറസ് പടർന്നു പിടിച്ചത്. എന്നാൽ ലോകം ഏവരും ഭീതിയോടെ ഉറ്റുനോക്കിയ വുഹാൻ ഇപ്പോൾ കൈവിട്ടു പോയതെല്ലാം തിരിച്ചുപിടിക്കുകയാണ്. തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ ചൈനയിലെ വുഹാൻ. ഇത് പകരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. നമുക്കും മുന്നേറാൻ സാധിക്കും, ഈ കൊറോണയെ തുരത്താൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. 4000-ലേറെ ജീവനുകളാണ് കൊറോണ വൈറസ് ഇവിടെ നിന്നും എടുത്തത്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. വൈറസ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ നഗരമാണ് വുഹാൻ. 3000-ലേറെ ആളുകൾ രോഗവിമുക്തരായ ആശുപത്രിവാസം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് താൽക്കാലികമായ ആശുപത്രികൾ പണിതിരുന്നു. ഇപ്പോൾ അതെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ശ്വാസതടസ്സം നേരിട്ട നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ന്യൂമോണിയ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. വുഹാനിലെ സീ ഫുഡ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ കൂടുതൽ പേരും. ഇതിനെ തുടർന്ന് മാർക്കറ്റ് അടച്ചുപൂട്ടി അധികൃതർ സീൽ ചെയ്തു. വൈറസ് ബാധ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് ആണെന്ന് സ്ഥിരീകരിക്കാൻ അല്പം സമയമെടുത്തു താനും. ഇതിന്റെ വുഹാനെ നിശ്ചലമാക്കുന്ന രീതിയിൽ COVID-19 പടർന്ന് പന്തലിക്കുകയായിരുന്നു. ആശുപത്രി വിട്ടവർ 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിലായിരിക്കും. ശേഷമേ പുറത്തിറങ്ങാൻ സാധിക്കുകയുമുള്ളൂ. ചൈന COVID-19 നേരിടാൻ പണിത താൽക്കാലികമായ ആശുപത്രികൾ വിദ്യാർത്ഥികൾക്കുള്ള ഡോർമെറ്ററികളും ഹോട്ടലുകളുമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ബാധ രേഖപ്പെടുത്തിയത് ഇറാനിലെന്നായിരുന്നു ആദ്യമായി പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇറാനെ കടത്തിവെട്ടി ഇപ്പോൾ അതിവേഗം കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയിൽ കൊറോണ വൈറസ് ബാധ മൂലം ഇപ്പോൾ ഇറ്റലിയിൽ മരണം 1000 കടന്നിരിക്കുകയാണ്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ ബാധിച്ച് ഇറ്റലിയിൽ വ്യാഴാഴ്ച മാത്രം 189 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മരണസംഖ്യ 1016 ഉയർന്നിരിക്കുകയാണ്. COVID-19 ബാധിച്ച് മരിച്ചവരുടെ 4012 ഉയർന്നു. 1,14,000-ലേറെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം അതിവേഗം പടർന്ന ഇറ്റലി പൂർണ്ണമായി അടച്ചിടാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ഇറ്റലിയിൽ മരണം 463 ഉയർന്നു. ഇറ്റലിയിൽ രോഗം സ്ഥിരീകരിച്ച കേസുകൾ 15,112 ഉയർന്നു. നേരത്തെ 12,462 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. ഫെബ്രുവരി 21 രാജ്യത്തിന്റെ വടക്കൻ പ്രദേശമായ ലംബാർഡിൽ രോഗം സ്ഥിരീകരിച്ച ശേഷം ഇതാദ്യമായാണ് ഇത്രയും അധികം പേർക്ക് ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നത്. രോഗം പടരുന്നത് തടയാൻ സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും വിൽക്കുന്ന കടകൾ ഒഴികെ ഹോട്ടലുകളും ബാറുകളും അടക്കം എല്ലാ കടകളും പൂട്ടാൻ സർക്കാർ ഉത്തരവിട്ടു. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ റോമിലെ എല്ലാ കത്തോലിക്ക പള്ളികളും അടച്ചിടുകയുണ്ടായി. ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം അസാധാരണമായ നടപടി ഇതാദ്യമായാണ്. ഇതോടെ 1000-ലധികം പള്ളികളാണ് റോമിൽ പൂട്ടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.